നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. പാലക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ബുധനാഴ്ച ജില്ലാ കളക്ടർക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചു. പ്രചരണ രംഗത്ത് UDF മുന്നിലെന്നും UDFന് അനുകൂലമാണ് ജനമനസ്സെന്നും VK ശ്രീകണ്ഠൻ. മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറും പൊന്നാനി മണ്ഡലം UDF സ്ഥാനാർത്ഥി MP അബ്ദുസമദ് സമദാനിയും പത്രിക സമർപ്പിച്ചു. നേതാക്കളോടൊപ്പം പ്രകടനമായി എത്തിയാണ് ഇരുവരും ജില്ലാ കളക്ടർക്ക് മുമ്പാകെ പത്രിക നൽകിയത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് നഗരസഭ 10 ലക്ഷം രൂപ കെട്ടിട നികുതി ചുമത്തിയ സംഭവം നികുതി അടയ്ക്കില്ലെന്ന് ബ്ലോക്ക് ഭരണസമിതി. സർക്കാർ കെട്ടിടങ്ങൾക്ക് നികുതി ചുമത്തുന്നത് കേട്ടുകേൾവിയില്ലാത്തതെന്നും അടയ്ക്കാൻ പണമില്ലെന്നും ഭരണസമിതി. മണ്ണാർക്കാട് പുഴ പുറമ്പോക്കുൾപ്പെടെ നികത്തി മണ്ണ് മാഫിയ. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്ന പുഴ പുറമ്പോക്കാണ് 20 അടി ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയത്. നഗരത്തോട് ചേർന്ന പ്രദേശമായിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയം തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ മൂല്യനിർണ്ണയത്തിന്റെ വേതന ലഭിച്ചില്ലെന്നാരോപിച്ച് പട്ടാമ്പിയിൽ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പ്രതിഷേധം. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ അതിഥി തൊഴിലാളി ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച സംഭവം മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച BJP കൗൺസിലർ C സജിത്ത്. അപകടത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പാലക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ നാമനിർദ്ദേശ പത്രിക നൽകി. ബുധനാഴ്ച ഉച്ചയ്ക്ക് നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഒപ്പമെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ജനക്ഷേമങ്ങൾക്ക് നേതൃത്വം നൽകുകയും പുതിയ പദ്ധതികൾ നേടിയെടുക്കുവാനും വേണ്ടിയുള്ള പടപ്പുറപ്പാടിന്റെ നേർക്കാഴ്ചയുമായി നമ്മുടെ ജനനായകൻ ശ്രീ VK പാലക്കാട് കലക്ടറേറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയത്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, UDF ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം VS വിജയരാഘവൻ തുടങ്ങിയവരും മറ്റ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ S ചിത്രയ്ക്ക് മുമ്പാകെ അദ്ദേഹം പത്രിക സമർപ്പിച്ചു. VK ശ്രീകണ്ഠൻ എന്ന ഞാൻ ലോക്സഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്യും. പ്രചാരണ രംഗത്ത് UDF ആണ് മുന്നിലെന്നും ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ UDF തരംഗമാണെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല. UDFന് അനുകൂലമായാണ് എല്ലാവരും ചിന്തിക്കുന്നതെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. നമ്മൾ തുടക്കത്തിൽ സ്ഥാനാർത്ഥി ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. ഇത്തവണ കുറച്ച് നേരത്തെ ആയി പോയെന്നുള്ളതല്ലാതെ പ്രചരണ രംഗത്ത് ഇപ്പോൾ UDF ആണ് ഏറ്റവും മുന്നിൽ പാലക്കാട്. പിന്നെ നിങ്ങൾ ഈ നഗരപ്രദേശത്ത് മാത്രം നോക്കിയാൽ പോരാ, പാലക്കാടൻ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ UDFൻ്റെ സ്ഥാനാർത്ഥി നിറഞ്ഞു നിൽക്കുകയാണ്. പ്രചരണ രംഗത്ത് ഒട്ടും മോശമല്ല. ഒരു റൗണ്ട് എല്ലാ വീടുകളിലും UDFൻ്റെ അഭ്യർത്ഥന നേരിട്ട് വോട്ടർമാരെ കണ്ട് എല്ലാ പ്രവർത്തകരും ഇറങ്ങി നൽകിക്കഴിഞ്ഞു. ഈ SDPയുടെ പിന്തുണ ഗുണമാണോ ദോഷമാണോ ചെയ്യുക? ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. ആര് പിന്തുണച്ചാലും സ്വീകരിക്കും. ആരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാതെ തന്നെ നിരവധി രാഷ്ട്രീയ സഖ്യങ്ങളും ഇന്നത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ശക്തമായ വികാരമുള്ളവരൊക്കെ UDFനെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ പിന്തുണ സ്വീകരിക്കുകയാണ്. 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ് കൊടുക്കാച്ചാൽ ആ വോട്ട് സ്ഥാനാർത്ഥിക്ക് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. പ്രവർത്തകർ ധാരാളം സ്വന്തം കയ്യിൽ നിന്നും പണമിറക്കി പ്രചരണം നടത്തുന്നത് കണ്ട് അതിശയിച്ച് നിൽക്കുക ഞാൻ. മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ, പൊന്നാനി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MP അബ്ദുസമദ് സമദാനി എന്നിവർ നാമനിർദ്ദേശ പത്രിക നൽകി.
നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർക്കൊപ്പമെത്തിയ സ്ഥാനാർത്ഥികൾ ബുധനാഴ്ച രാവിലെയാണ് പത്രികകൾ സമർപ്പിച്ചത്. UDF സ്ഥാനാർത്ഥികളായ ET മുഹമ്മദ് ബഷീർ, അബ്ദുൽ സമദ് സമദാനി എന്നിവർ പാണക്കാട് ജുമാ മസ്ജിദിൽ പ്രാർത്ഥന നടത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പുറപ്പെട്ടത്. നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തകരുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥികൾ കളക്ട്രേറ്റിലെത്തി. മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ വരണാധികാരി ജില്ലാ കലക്ടർ VR വിനോദിനു മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. KPCC സെക്രട്ടറി KP അബ്ദുൽ മജീദ്, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് MLA, മഞ്ഞളാംകുഴി അലി MLA എന്നിവർ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MP അബ്ദുൽ സമദ് സമദാനി ജില്ലാ കലക്ടർ VR വിനോദിനു മുമ്പാകെ പത്രിക സമർപ്പിച്ചു. നേതാക്കളായ KPA മജീദ്, അഷ്റഫ് കോക്കൂർ, VT ബൽറാം, PT അജയ് മോഹൻ എന്നിവർ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്നു. I, MP Abdul Samad Samadani, having been nominated as a candidate to fill a seat in the House of the People, do swear in the name of God that I will bear with true faith and allegiance to the Constitution of India as by law established, and that I will uphold the sovereignty and the integrity of India. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടങ്ങൾക്ക് നഗരസഭ ചുമത്തിയ 10 ലക്ഷം രൂപ നികുതി അടയ്ക്കില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് അടയ്ക്കേണ്ടെന്ന് തീരുമാനിച്ചത്. ഭരണസമിതി തീരുമാനം രേഖാമൂലം നഗരസഭയ്ക്ക് നൽകും. ഒരിടത്തും കേട്ടുകേൾവിയില്ലാത്തതാണ് സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾക്ക് നികുതി ചുമത്തുന്നത്. നികുതി അടയ്ക്കാനായി 10 ലക്ഷം ഇല്ലെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയുടെ നികുതി പിരിവിൻ്റെ ഭാഗമായാണ് ബ്ലോക്ക് പഞ്ചായത്തിനും കുടിശ്ശിക ഡിമാൻഡ് നോട്ടീസ് നൽകിയത്. മണ്ണാർക്കാട് ബ്ലോക്ക് ഓഫീസിന് 1,43,396 രൂപയും പുതിയ കെട്ടിടത്തിന് 4,31,752 രൂപയും വെറ്റിനറി ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് 2,37,498 രൂപയും അടയ്ക്കാനാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിന് 1,77,756 രൂപയും IRDP റൂമിന് 22,857 രൂപയും വയോജന വിശ്രമ കേന്ദ്രത്തിന് 25,149 രൂപയും ഉൾപ്പെടെ 10,38,588 രൂപയാണ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അധികൃതരുടെ കൺമുന്നിൽ പുഴ പുറമ്പോക്ക് ഉൾപ്പെടെ മണ്ണിട്ട് നികത്തി മാഫിയ. നെല്ലിപ്പുഴ പാലത്തിന് തൊട്ടുമുകളിൽ മണ്ണാർക്കാട് KSRTC ഡിപ്പോയുടെ പിന്നിലാണ് പുഴ പുറമ്പോക്ക് ഉൾപ്പെടെ മണ്ണിട്ട് നികത്തിയത്. പഴയ റോഡ് പൊളിച്ച മണ്ണും കുന്നിടിച്ചുള്ള മണ്ണുമാണ് നികത്താൻ ഉപയോഗിക്കുന്നത്. നെല്ലിപ്പുഴ പാലത്തിൻ്റെ മേൽഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്നുള്ള പുഴ പുറമ്പോക്കാണ് 20 അടി ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയത്. പുഴ പുറമ്പോക്ക് തിരിച്ച മതിൽക്കെട്ടും കടന്നാണ് മണ്ണിട്ടിരിക്കുന്നത്. നെല്ലിപ്പുഴ പാലത്തിൻ്റെ മണ്ണാർക്കാട് ഭാഗത്തെ സ്ലാബ് അവസാനിക്കുന്ന ഭാഗം മുതൽ KSRTCയുടെ കോമ്പൗണ്ട് വരെ മതിൽക്കെട്ടി തിരിച്ചിരുന്നു. ഈ ഭാഗമെല്ലാം മണ്ണിട്ട് മൂടി. നവീകരിക്കുന്ന മണ്ണാർക്കാട് ആനക്കട്ടി റോഡിൻ്റെ പഴയ റോഡ് പൊളിച്ച ടാറും മെറ്റലും ഉൾപ്പെടെയുള്ള മണ്ണാണ് ഒരു ഭാഗത്ത് നിരത്തിയിരിക്കുന്നത്. പാലത്തിൻ്റെ ഭാഗത്ത് കുന്നിടിച്ച മണ്ണാണ് നികത്താൻ തള്ളിയിട്ടുള്ളത്. കിഫ്ബി ഏറ്റെടുത്ത് നടത്തുന്ന റോഡ് പണിയുടെ മണ്ണ് പുറത്തു നൽകണമെങ്കിൽ KRFB അധികൃതരുടെ അനുമതിയുണ്ടെന്നാണ് നികത്തുന്നവർ പറയുന്നത്. മണ്ണിട്ട ഭാഗത്ത് KSRTCയുടെ മതിൽ തകർന്നിട്ടുണ്ട്. ഡിപ്പോയിലേക്കുള്ള വഴിയുടെ അതിര് തിരിച്ച കെട്ടിൽ മണ്ണിട്ടാണ് ടിപ്പറുകളും മണ്ണുമാന്തികളും ഇവിടേക്ക് വരുന്നത്. രാത്രി 12 മണി മുതൽ പുലർച്ചെ വരെയാണ് നികത്തുന്നത്. മണ്ണാർക്കാട് നഗരത്തോട് ചേർന്നുള്ള പുഴ പുറമ്പോക്ക് ഉൾപ്പെടെ നികത്തുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നതാണ് നാട്ടുകാരെ ഞെട്ടിക്കുന്നത്. രാത്രി ടിപ്പറുകൾ പായുന്നത് മണ്ണാർക്കാട്ടെ പോലീസും കാണുന്നില്ലെന്നത് ഏറെ വിചിത്രം. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് സ്വതന്ത്ര അംഗം N അബൂബക്കർ CPM-ഉമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PK ശശി ഹാരമണിയിച്ച് അബൂബക്കറിനെ സ്വീകരിച്ചു. പഞ്ചായത്തിൽ പദ്ധതി വിഹിതം ലാപ്സാകുന്ന സ്ഥിതി തുടരുന്നത് ചോദ്യം ചെയ്ത് തന്നെ UDF കായികമായി നേരിട്ട സാഹചര്യമുണ്ടായെന്ന് N അബൂബക്കർ പറഞ്ഞു. UDF ഭരിക്കുന്ന കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതം വിനിയോഗിക്കുന്നതിൽ ജില്ലയിൽ ഏറ്റവും പിറകിലാണ്. നാടിൻ്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപ ലാപ്സാകുന്ന സ്ഥിതി വർഷങ്ങളായി തുടരുകയായിരുന്നു. ഇക്കാര്യം ചോദ്യം ചെയ്ത് തന്നെ ആൾബലം ഉപയോഗിച്ച് UDF കായികമായി നേരിടുന്ന സ്ഥിതിയുണ്ടായെന്ന് അബൂബക്കർ പറഞ്ഞു. അനുവദിക്കപ്പെടുന്ന ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നില്ല, ആളുകളിലേക്ക് എത്തുന്നില്ല. അവിടെ മെമ്പർമാർക്ക് അതല്ലെങ്കിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല.
അതിൽ പുറത്തുള്ള കക്ഷികളെ ഇടപെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ എൻ്റെ വാർഡിലേക്ക് അനുവദിക്കപ്പെട്ട ഫണ്ട് വിനിയോഗത്തിൻ്റെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി പഞ്ചായത്തിനകത്ത് ചെല്ലുമ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും നേതാക്കന്മാർ നമ്മുടെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM നേതൃത്വം നൽകുന്ന മുന്നണിക്ക് മാത്രമേ ഇത്തരം പ്രവൃത്തികളോട് പ്രതിരോധിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞാണ് CPM-മായി സഹകരിക്കാൻ തീരുമാനിച്ചതെന്നും അബൂബക്കർ പറഞ്ഞു. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചോ തോറ്റോ എന്നൊന്നും നോക്കാതെ BJP-യിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു തീരുമാനം CPM-നോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഈ പാത സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ അല്ലെങ്കിൽ എൻ്റെ നാടിനെ, എൻ്റെ വാർഡിനെ വികസനത്തിലേക്ക് കൊണ്ടുപോകുന്ന 6 സപ്പോർട്ട് ചെയ്യാനും അവരുടെ പക്ഷത്തേക്ക് ചേരുമെന്നുള്ളത്. അത് തന്നെയാണ് നിലപാട്. നാടിൻ്റെ വികസനവും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ നിലനിൽപ്പും മതേതരത്വ കാഴ്ചപ്പാടും ആരോടൊപ്പമുണ്ടോ അവരോടൊപ്പം ചേരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ CPM-ലേക്ക് വരാൻ തീരുമാനിച്ചത്. ഞാൻ ഒരു മുൻ SFI പ്രവർത്തകനാണ്. അതിലൂടെ തന്നെയാണ് രാഷ്ട്രീയം പഠിച്ചു തുടങ്ങിയതും. LDF കോട്ടപ്പാടം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ശശി N അബൂബക്കറിനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. കോൺഗ്രസിന്റെ പഴയകാല മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന പ്രവർത്തകർ അബൂബക്കറിന്റെ പാത സ്വീകരിക്കുമെന്ന് PK ശശി പറഞ്ഞു. എല്ലാ ദിവസവും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് കൂടുവിട്ട് കൂടുമാറുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണുകയാണ്. ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അബൂബക്കർ ഈ UDF-ഉമായും കോൺഗ്രസുമായുമുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാണ് ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ഈ പാത, അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഈ പാത വ്യാപകമായ ആളുകൾ സ്വീകരിക്കും. കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ കോൺഗ്രസ് പ്രസ്ഥാനത്തോടും കോൺഗ്രസിൻ്റെ പഴയകാല മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അബൂബക്കറിൻ്റെ പാത സ്വീകരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ വളരെ ആവേശത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തു. CPM കോട്ടപ്പാടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK രാമചന്ദ്രൻ നായർ അധ്യക്ഷനായി. KN സുശീല, P മനോമോഹനൻ, M അസീസ്, T സുരേഷ് കുമാർ, C രാമൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ O ആയിഷ, സരോജിനി രാമകൃഷ്ണൻ, C ഫായിസ, ഫസീല സുഹൈൽ തുടങ്ങിയവർ പങ്കെടുത്തു. 14-ാം വാർഡ് വടശ്ശേരിപ്പുറത്തു നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അബൂബക്കർ പഞ്ചായത്തിൽ UDF-ന് പിന്തുണ നൽകി പ്രവർത്തിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം CPM-ൽ ചേർന്ന കോട്ടോപ്പാടം പഞ്ചായത്ത് സ്വതന്ത്ര അംഗം UDF-ന്റെ സൈബർ സെൽ അഡ്മിനാണെന്ന മുതിർന്ന CPM നേതാവ് PK ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നട്ടാൽ മുളയ്ക്കാത്ത നുണയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് കോൺഗ്രസിൽ നിന്ന് അബൂബക്കറിനെ പുറത്താക്കിയതാണെന്നും അസീസ് ഭീമനാട് പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് റിബലായാണ് അബൂബക്കർ മത്സരിച്ചത്. ഇതിന് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. അത്തരമൊരാൾ UDF-ന്റെ സൈബർ സെൽ അഡ്മിനാണെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? 4 വോട്ടിന് വേണ്ടിയായിരിക്കാം. പക്ഷേ PK ശശിയെപ്പോലുള്ള നേതാക്കൾ പ്രസ്താവന നടത്തുമ്പോൾ അല്പമെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അസീസ് ഭീമനാട് പറഞ്ഞു. ബഹുമാനപ്പെട്ട PK ശശി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അബൂബക്കർ നാലകത്ത് UDF-ന്റെ സൈബർ സെല്ലിൻ്റെ സംസ്ഥാന അഡ്മിനാണെന്ന് നട്ടാൽ മുളയ്ക്കാത്ത ഒരു നുണപ്രചരണം 4 വോട്ടിന് വേണ്ടിയായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ പോലുള്ള ഒരു നേതാവിൻ്റെ അടുത്ത് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചല്ല. ഒരു പ്രസ്താവനയൊക്കെ കൊടുക്കുമ്പോൾ അതിൽ അല്പമെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കി കൊടുക്കേണ്ടായിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബൂബക്കർ നാലകത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയത് കാരണം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. നാളെ ഇതുവരെ അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹം തിരിച്ചു വരാൻ ആഗ്രഹം പഠിപ്പിച്ച് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പല വേദികളിലും സഹകരിച്ചു പോകുകയെന്ന് വരെ. അപ്പോൾ അതുകൊണ്ട് നിലവിൽ അബൂബക്കർ നാലകത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലോ UDF-ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയിലോ ഒരു സ്ഥാനമാനങ്ങളില്ല. മറ്റൊന്ന്, അവിടെ ലീഗിൻ്റെ അടുക്കള വേല ചെയ്യാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് പാർട്ടി വിടുന്നതെന്ന് അബൂബക്കർ നാലകത്തിൻ്റെ ഒരു പ്രസ്ഥാനമുണ്ട്. പക്ഷേ അത് തീർത്തും അവാസ്തവമാണ്. അവിടെ ഒന്ന് ലീഗും കോൺഗ്രസും രണ്ട് പാർട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അങ്ങനെ അടുക്കള വേല ചെയ്യേണ്ട ഒരു ഗതികേട് കോട്ടപ്പാടം പഞ്ചായത്തിലോ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലോ ഇല്ല. പിന്നെ പാർട്ടി വിടുക അതൊക്കെ അബൂബക്കർ നാലകത്തിൻ്റെ സൗകര്യമാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. അത് അദ്ദേഹം പാർട്ടി വിടുക എന്ന് പാർട്ടി അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടില്ല. പക്ഷേ അദ്ദേഹം CPM-ൽ ചേരുക എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതിന് ഞങ്ങൾക്ക് മറ്റ് അഭിപ്രായ പ്രകടനമൊന്നുമില്ല. അങ്ങനെ 2, 3, 4 വ്യക്തികൾ പോയാൽ ഒലിച്ചു പോകുന്ന പാർട്ടിയൊന്നുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവിടെ 4 ആൾ പോകുമ്പോഴത്തേനും ഇങ്ങേപ്പുറത്ത് 4 ആളുകൾ പല മേഖലകളിലും
ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പല ആളുകളും പരസ്യമായി ഇപ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും, അത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ് എന്ന് പറയുന്ന പല മേഖലകളുണ്ട്. മറ്റൊന്ന്, ഈ അബൂബക്കർ നാലകത്ത് ഈ PK ശശിയേട്ടനെതിരായിട്ടുള്ള സൈബർ ആക്രമണം 4 വർഷം മുമ്പ് അതിഗംഭീരമായി സൈബർ ആക്രമണം നടത്തിയ വ്യക്തിയാണ്. എന്നിട്ട് CPM-ന്റെ ആളുകൾ അദ്ദേഹത്തിൻ്റെ കടയിൽ കയറി ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞൊരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശശിയേട്ടൻ ആ ചരിത്രം ഒന്നും മറന്നിട്ട് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തരുത് എന്നാണ് വിനീതമായിട്ടുള്ളൊരു അഭ്യർത്ഥന അദ്ദേഹത്തോട്. കാരണം അദ്ദേഹം ഒരു CPM-ന്റെ ഉന്നതനായിട്ടുള്ളൊരു നേതാവാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ അതിഥി തൊഴിലാളി ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് നഗരസഭാ കൗൺസിലർ. അപകടത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലറായ C. സജിത്താണ് കമ്മീഷനെ സമീപിച്ചത്. കൊൽക്കത്ത സ്വദേശിയായ അമിനുർ ഷെയ്ഖിന്റെ ദാരുണാന്ത്യത്തിന് പിന്നാലെയാണ് സജിത്ത് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. ജില്ലയിലെ ഏറ്റവും വലിയ സ്റ്റാൻഡുകളിൽ ഒന്നായിട്ടും യാത്രക്കാർക്ക് പരിമിതമായ സുരക്ഷാ സൗകര്യങ്ങൾ മാത്രമാണ് ഒറ്റപ്പാലത്തുള്ളത്. യാർഡുകളിൽ ബസ്സുകൾ നിർത്തിയിടുന്ന സംവിധാനം തന്നെ അശാസ്ത്രീയമാണ്. ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന അമിത വേഗതയും വലിയ പ്രശ്നമാണെന്ന് പരാതിയിൽ പറയുന്നു. ബസ്സുകളുടെ പാർക്കിംഗ്, യാത്രക്കാരുടെ സുരക്ഷയും കൂടി നോക്കി പുനഃക്രമീകരിക്കണമെന്ന് നിരവധി തവണ താലൂക്ക് വികസന സമിതി യോഗത്തിലും ട്രാഫിക് ക്രമീകരണ സമിതിയിലും ഉന്നയിച്ചെങ്കിലും ഇതുവരെയായി തീരുമാനമുണ്ടായിട്ടില്ല. ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ തീരുമാനമെടുത്തിരുന്നെങ്കിലും അതും നടപ്പായിട്ടില്ല. ഇതുമൂലം നിരന്തരം നിരവധി അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും കൗൺസിലർ പറഞ്ഞു. ആദ്യമായിട്ടല്ല ഇങ്ങനൊരു അപകടം ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ സംഭവിക്കുന്നത്. ഇതിനു മുൻപും പലർക്കും പല രീതിയിലുള്ള അപകടങ്ങൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് നഗരസഭയുടെ യാർഡിനുള്ളിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ഒരാൾ അവിടെ ബസ് സ്റ്റാൻഡിനുള്ളിൽപ്പെട്ട് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. നിരവധി പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത് ഒറ്റപ്പാലം നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലും അതുപോലെ തന്നെ ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതിയിലും ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും ഇതുവരെയായിട്ടും ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും യാതൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം നഗരസഭയിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ഒറ്റപ്പാലം സബ് കളക്ടർക്കും പാലക്കാട് ജില്ലാ കളക്ടർക്കും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും ഒപ്പം തന്നെ ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിക്കും ഈ വിഷയത്തിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അടിയന്തരമായി ബസ് അമിത വേഗതയിൽ ഈ യാർഡിലേക്ക് പ്രവേശിക്കുന്നത് ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ യാത്രക്കാർക്ക് യാർഡിനുള്ളിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ബസ്സുകൾ അശാസ്ത്രീയമായിട്ടാണ് അതിനുള്ളിൽ പാർക്കിംഗ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് ശാസ്ത്രീയമായ രീതിയിൽ പാർക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പുനഃക്രമീകരണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിലവിൽ പരാതികൾ സമർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബസ് സ്റ്റാൻഡിൽ തെറ്റായ ദിശയിൽ സഞ്ചരിച്ച സ്വകാര്യ ബസ്സിടിച്ച് യുവാവ് മരിച്ചത്. KSRTC ബസ്സിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അപകടം. അമിത വേഗതയിൽ പാഞ്ഞ ബസ്സിനടിയിൽപ്പെട്ട യുവാവിനെ 20 മീറ്റർ ദൂരം വലിച്ചിഴച്ചു കൊണ്ടുപോയിരുന്നു. ഏറെ ശ്രമകരമായാണ് ഇയാളെ പുറത്തെടുത്തിരുന്നത്. അപകടത്തിന് കാരണക്കാരനായ ബസ് ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി മരിച്ച യുവതിയുടെയും യുവാവിൻ്റെയും മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇരുവരുടെയും ബന്ധുക്കൾ എത്തിയതിനു ശേഷമേ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് പട്ടാമ്പി കീഴായൂരിന് സമീപം പശ്ചിമ ബംഗാൾ സ്വദേശികൾ ട്രെയിൻ തട്ടി മരിച്ചത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനും കാരക്കാട് റെയിൽവേ സ്റ്റേഷനുമിടയിൽ കിഴായൂർ 2ാം ഘട്ടിയിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് യുവതിയെയും യുവാവിനെയും തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പശ്ചിമബംഗാൾ ജൽപൈഗുരി സുലൈ സർക്കാരിൻ്റെ മകൻ 30 വയസ്സുള്ള പ്രദീപ് സർക്കാർ, വെസ്റ്റ് ബംഗാൾ കാദംബരി നോബിൽ റോയിയുടെ മകൾ ബിനോട്ടി റോയ് എന്നിവരാണ് മരിച്ചത്. കാരക്കാട് റെയിൽവേ സ്റ്റേഷനടുത്തായാണ് സംഭവം നടന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് തട്ടിയത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പട്ടാമ്പി പോലീസ് പറഞ്ഞു. പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ ബുധനാഴ്ച പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. ഇരുവരുടെയും ബന്ധുക്കൾ എത്തിയതിനു ശേഷമേ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയുള്ളൂ. തൃത്താലയിലാണ് ഇവർ താമസിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഒറ്റപ്പാലം ചുനങ്ങാട് പിലാത്തറയിൽ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ച കേസിലെ പ്രതിയെ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. തൃശൂർ ചാലക്കുടി കോടശ്ശേരി സ്വദേശി 42-കാരനായ ജെയ്സൺ എന്ന സുനാമി ജെയ്സണാണ് അറസ്റ്റിലായത്. കുന്നംകുളത്ത് മറ്റൊരു കേസിൽ പിടിയിലായപ്പോഴാണ് പ്രതി ചുനങ്ങാട്ടെ മോഷണവും സമ്മതിച്ചത്.
മറ്റൊരു കേസിൽ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി റിമാൻഡിൽ കഴിയുന്ന ജെയ്സനെ ജയിലിലെത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചുനങ്ങാട് കവർച്ച നടന്ന വീട്ടിൽ നിന്നും ലഭിച്ച മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ജെയ്സണിന്റെ കയ്യിൽ നിന്നും വീണ ഫോണായിരുന്നു ഇത്. ചുനങ്ങാട് പിലാത്തറ ആന്തൂർകുന്നത്ത് മനയിൽ സുധീറിന്റെ വീട്ടിൽ നിന്നും 4 പവൻ സ്വർണവും 10,000 രൂപയും 2 ജോഡി വെള്ളിപ്പാദസരങ്ങളുമാണ് കവർന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 24-ന് കുടുംബം ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വീട് പൂട്ടിപ്പോയപ്പോഴായിരുന്നു കവർച്ച. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് ഇയാൾ അകത്ത് കടന്നിരുന്നത്. പോലീസ് ഇൻസ്പെക്ടർ TP ഫർഷാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രതി നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഒറ്റപ്പാലത്തും വിവിധ പ്രദേശങ്ങളിലും പര്യടനം നടത്തി. ഒറ്റപ്പാലത്ത് ബൈക്ക് റാലിയും സംഘടിപ്പിച്ചു. പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറാണ് വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തിയത്. അമ്പലപ്പാറ, വേങ്ങശ്ശേരി എന്നിവിടങ്ങളിലെ പൗരപ്രമുഖരെ സ്ഥാനാർത്ഥി നേരിൽ കണ്ടു വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് മുളഞ്ഞൂരിൽ കുടുംബയോഗത്തിലും പങ്കെടുത്തു. ശേഷം മംഗലം സെൻട്രലിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി ഒറ്റപ്പാലത്ത് സമാപിച്ചു. തുടർന്ന് പനമണ്ണയിലെ 117-ാം ബൂത്തിന്റെ ഉദ്ഘാടനവും കൃഷ്ണകുമാർ നിർവഹിച്ചു. തുടർന്ന് കുടുംബയോഗത്തിലും പങ്കെടുത്തുകൊണ്ടാണ് പര്യടനം അവസാനിപ്പിച്ചത്. മലപ്പുറം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച ന്യൂജൻ മീറ്റ് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ന്യൂജൻ മീറ്റ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണയിൽ UDSF സംഘടിപ്പിച്ച ന്യൂജൻ മീറ്റിൽ വിദ്യാർത്ഥികൾ ജനാധിപത്യ മതേതരബോധവും അവരുടെ ആശയങ്ങളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വ്യക്തമാക്കി. മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീർ കുട്ടികളുമായി സംവദിച്ചു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ടി മുഹമ്മദ് ബഷീർ വിശദമായി മറുപടി നൽകി. ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സായിട്ട് ഞങ്ങൾ ആശങ്കപ്പെടുന്ന എല്ലാ സംഗതികളും പരിഹരിക്കാൻ സാധിക്കും. അതെന്താണ്? പാർലമെന്ററി ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ. നജീബ് കാന്തപുരം MLA ന്യൂജൻ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ഈ ഹാളിനകത്ത് എത്തിച്ചേർന്ന കുട്ടികൾക്ക് ഒരു ഉത്തരവാദിത്തം മാത്രം നിങ്ങളെ ഏൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും നിരന്തരമായി സോഷ്യൽ മീഡിയയിലുള്ളവരാണ്. സോഷ്യൽ മീഡിയയിലെ കണക്ടിവിറ്റി കൃത്യമായി ഉപയോഗിക്കാൻ അറിയുന്നവരാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, നിങ്ങൾ വന്ന പ്രദേശത്തും നിങ്ങളുടെ സൗഹൃദ വലയത്തിലുമുള്ള ആ 7000 ആളുകളിലേക്ക് പ്രിയപ്പെട്ട ബഷീർ സാഹിബിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റെടുക്കലാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. UDSF ചെയർമാൻ സനിയ അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി, KPCC അംഗം C. സേതുമാധവൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ ഉസ്മാൻ താമരത്ത്, സലീം കുരുവമ്പലം, യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് TP അഷ്റഫ് അലി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സോയ ജോസഫ്, UDSF മണ്ഡലം കൺവീനർ നബീൽ വട്ടപ്പറമ്പ്, മണ്ഡലം UDF ചെയർമാൻ MM സക്കീർ ഹുസൈൻ, കൺവീനർ അഡ്വക്കേറ്റ് S. അബ്ദുൽ സലാം, ട്രഷറർ AK മുസ്തഫ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ, മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഷൗക്കത്ത് നാലകത്ത്, ബഷീർ ചോലക്കൽ, സുബൈർ മാസ്റ്റർ, PT സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ പെരിന്തൽമണ്ണയിൽ വ്യാജ പിരിവ് നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അബ്ദുൽ സലാം പോലീസിൽ പരാതി നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ വ്യാജ രസീത് ഉപയോഗിച്ച് പെരിന്തൽമണ്ണയിൽ പണപ്പിരിവ് നടത്തിയതായാണ് പരാതി. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലെ പ്രമുഖ ഡോക്ടറുടെ പക്കൽ നിന്നും കഴിഞ്ഞ ദിവസം ബൈക്കിലെത്തിയ 2 ആളുകൾ പണം പിരിച്ചതായാണ് പരാതി. രസീത് സഹിതം മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി S. അബ്ദുൽ സലാം പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. സംസ്ഥാന ഭാരവാഹികളിൽ നിന്നടിച്ചാണ് ഇവർ പണപ്പിരിവ് നടത്തിയത്. ഇവരുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയം തുടങ്ങി 70 ക്യാമ്പുകളിലായാണ് SSLC മൂല്യനിർണ്ണയം നടക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 8 സെന്ററുകളിൽ മൂല്യനിർണ്ണയം നടക്കുന്നുണ്ട്. മാർച്ച് മാസത്തിൽ നടന്ന SSLC ഹയർ സെക്കൻഡറി പരീക്ഷ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് വിവിധ സെന്ററുകളിലായി ബുധനാഴ്ച ആരംഭിച്ചത്. പാലക്കാട് ജില്ലയിൽ 8ഓളം സെന്ററുകളിലാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ഹയർ സെക്കൻഡറി വിഷയങ്ങളും, നടുവട്ടം ജനതാ സ്കൂൾ, വാടാനാകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ SSLC പേപ്പർ മൂല്യനിർണ്ണയവുമാണ് നടക്കുന്നത്. പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 16 വിഷയങ്ങളാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏകദേശം 77 സെൻറ്ററുകളിലായി
25,000ഓളം അധ്യാപകർ പങ്കെടുക്കുന്ന ക്യാമ്പ് ഇന്ന് തുടങ്ങുകയാണ്. പട്ടാമ്പി സ്കൂളിലും ഏകദേശം 398 അധ്യാപകർ 16 വിഷയങ്ങളും ആണുള്ളത്. ഇന്ന് തുടങ്ങി 25 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഇവിടെ ആരംഭിക്കുകയായി. രാവിലെ ഉത്തരസൂചിക പരിചയപ്പെടലും ഉച്ചയ്ക്ക് ശേഷം മൂല്യനിർണ്ണയവും. ഒരു ദിവസം ഓരോ ടീച്ചർക്കും രാവിലെ 15, ഉച്ചയ്ക്ക് ശേഷം 15 പേപ്പർ എന്നുള്ള രീതിയിലാണ് മൂല്യനിർണ്ണയത്തിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ചൂടുകാലമാണ്. എല്ലാ സൗകര്യങ്ങളും സ്കൂളും PTA കൊടുക്കുന്നുണ്ട്. ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും റൂമുകൾ ഉപയോഗിക്കാം എന്ന് PTA സമ്മതിച്ചിട്ടുണ്ട്. 10,000-ഓളം അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത്. എന്നാൽ അധ്യാപകർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി കൂടി നൽകിയിട്ടുള്ളതിനാൽ ക്യാമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. 2 ഘട്ടങ്ങളിലായി 25 ദിവസം കൊണ്ട് മൂല്യനിർണ്ണയം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. SSLC ഫലപ്രഖ്യാപനം മെയ് 2-ാം വാരം ഉണ്ടായേക്കും. പട്ടാമ്പിയിൽ ഹയർ സെക്കൻഡറി പരീക്ഷ മൂല്യനിർണ്ണയ ക്യാമ്പിന് മുന്നിൽ അധ്യാപകരുടെ പ്രതിഷേധം. കഴിഞ്ഞ വർഷം ക്യാമ്പിൽ പങ്കെടുത്ത അധ്യാപകർക്കുള്ള വേതനം ലഭിക്കാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയത്. മൂല്യനിർണ്ണയ വേതനം അനുവദിക്കുക. പ്രതിഷേധം 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 അധ്യാപകരുടെ പ്രതിഷേധം 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 അധ്യാപകരുടെ പ്രതിഷേധം. കഴിഞ്ഞ വർഷത്തെ മൂല്യനിർണ്ണയ വേതനം അനുവദിക്കുക. കഴിഞ്ഞ വർഷത്തെ മൂല്യനിർണ്ണയ വേതനം അനുവദിക്കുക. പ്രതിഷേധം പ്രതിഷേധം. കഴിഞ്ഞ വർഷം മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്ത അധ്യാപകർക്ക് വേതനം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തവണ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്ക് മുന്നിൽ അധ്യാപകർ പ്രതിഷേധവുമായി എത്തിയത്. പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മൂല്യനിർണ്ണയ ക്യാമ്പിലും ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. AHSTA സംസ്ഥാന കമ്മിറ്റി അംഗം വി വിനോദ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുള്ള എല്ലാ ക്യാമ്പുകളിലും ബഹിഷ്കരണവുമായി മുന്നോട്ട് പോവുകയാണ്. ബഹിഷ്കരണം എന്ന് പറയുന്നത് വാല്യുവേഷൻ ബഹിഷ്കരണം നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളിവിടെ നമ്മുടെ പ്രതിഷേധം നമ്മുടെ ക്യാമ്പിൽ അറിയിക്കുക, അത് മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ അറിയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനിയും ശക്തമായി നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ നേരിട്ടില്ലെങ്കിൽ അടുത്ത വർഷം മുതൽ നമ്മുടെ ഈ വാല്യുവേഷൻ എന്ന് പറയുന്നൊരു പാർട്ട് ഓഫ് ഡ്യൂട്ടിയായി മാറുകയും നമ്മുടെ എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുക്കുകയും ചെയ്യുമെന്നത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുത്ത് നമ്മുടെ പ്രതിഷേധം വളരെ ശക്തമായി സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട്. അതിൽ അറിയിക്കുന്നതിനുള്ള ഈ ഒരു യോഗം ഞാൻ നമ്മുടെ അധ്യാപകർക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വിവിധ സംഘടനാ പ്രതിനിധികളായ MT ഇർഫാൻ, A രമേഷ് കുമാർ, അമൽ, ഹരിദാസൻ, VT സൈനുദ്ദീൻ, VP മുഹമ്മദ് അലി, അബ്ദുൾ റഷീദ്, ബൈജു, ആയിഷ, ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നാണ് അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുത്തത്. കല്ലടിക്കോട് ജീപ്പ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ കല്ലടിക്കോട് കാഞ്ഞിക്കുളം സ്വദേശി വിജുകുമാറിനെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലടിക്കോട് ദേശീയപാത മാപ്പിള സ്കൂൾ ഇറക്കത്തിലാണ് ജീപ്പ് സ്കൂട്ടറിന്റെ പിന്നിലിടിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ഒപ്പമുണ്ടായിരുന്ന മലമ്പുഴ സ്വദേശി ശിവദാസനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്രത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയ്ക്ക് ഏപ്രിൽ 4-ന് രാത്രി 8-ന് കൊടിയേറും. തന്ത്രി ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം. കൊടിയേറ്റത്തിനു ശേഷം തന്നാരം കളി, കോലം കളി, തിറ, പൂതൻ വരവ് എന്നിവ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ ലളിത സഹസ്രനാമ പാരായണ യജ്ഞവും ഉണ്ടാകും. ഏപ്രിൽ 10-നാണ് ഭരണിവേല. 45ഓളം ആനകൾ ഭരണിവേലയ്ക്ക് അണിനിരക്കും. 11 ഇണക്കാളക്കോലങ്ങളും ഉണ്ടാകും. എല്ലാ ദിവസവും കല, സാംസ്കാരിക പരിപാടികൾ, കളമ്പാട്ട്, തോൽപ്പാവക്കൂത്ത്, രാവിലെ പ്രസാദക്കഞ്ഞി എന്നിവ ഉണ്ടാകുമെന്ന് ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ രാമകൃഷ്ണൻ മല്ലത്ത്
എക്സിക്യൂട്ടീവ് ഓഫീസർ സുരേന്ദ്രൻ നായർ, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ, സുധാകരൻ കളത്തിൽ, കെ.പി. ഉണ്ണികൃഷ്ണൻ, പി.കെ. പ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതുപോലെ ഏപ്രിൽ 9 രാവിലെ ക്ഷേത്രാടിയന്തരങ്ങളും വിശേഷ പൂജകളുമാണ്. അതിനുശേഷം രാവിലെ 10 മണിക്ക് താഴമ്പക, വൈകിട്ട് 6 മണിക്ക് ദീപാരാധന കഴിഞ്ഞിട്ട് 6:30 നാദസ്വര കച്ചേരി, തുടർന്നാണ് താഴമ്പക. 10 മണിക്ക് 12 മണി മുതൽ 2 മണി വരെ രാത്രി വേലകൾ, കാളവേലകൾ തുടങ്ങിയ ക്ഷേത്രത്തിൽ നിന്ന് പ്രദക്ഷിണം വയ്ക്കുന്നു. രാത്രി 2 മണിക്ക് ശിവേലി, ക്ഷേത്രാടിയന്തരം. പിന്നെ ഏപ്രിൽ 10 ബുധനാഴ്ച രാവിലെ ക്ഷേത്ര അടിയന്തരങ്ങളും വിശേഷ പൂജകളും രാവിലെ മുതൽ തിറ, പൂജൻ, കരിവേലകൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരം 4 വിഷ്ണു ക്ഷേത്രത്തിൽ തായമ്പക, തുടർന്ന് 5 മണി മുതൽ ദേവസ്വം വേല വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നു. 5 വൈകിട്ട് 4 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M.R. മുരളി ഉദ്ഘാടനം ചെയ്യും. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. വിവിധ മേഖലകളിലുള്ളവരെ ആദരിക്കൽ, 110 പേർക്ക് ഭക്ഷ്യദാന കിറ്റ് വിതരണം എന്നിവ നടക്കും. 8 ചെറിയാറാട്ട് ദിവസം ഗാനമേള, 9 വലിയാറാട്ട് ദിവസം തായമ്പക, പകൽവേല, രാത്രിവേല, കാളവേല വരവ് എന്നിവ ഉണ്ടാകും. 5 മണിയോടെ വേലകളെത്തി പൂരപ്പറമ്പിൽ നിരക്കും. എഴുന്നള്ളിപ്പിന് ശേഷം ഡിജിറ്റൽ വെടിക്കെട്ടും ഉണ്ടാകും. തട്ടകത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ തന്നാരം കളിയും കൊടിയേറ്റ ദിനം മുതൽ തുടങ്ങും. കടമ്പൂർ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീചക്ര ഗൗരീശം പുരസ്കാര സമർപ്പണവും സനാതന സേവാ സഹായ നിധി സമർപ്പണവും നടന്നു. ചടങ്ങ് കല്ലേക്കാട് ഭാരതീയ വിദ്യാനികേതൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പാൾ ഡോക്ടർ രേണുക PCV ഉദ്ഘാടനം ചെയ്തു. കഥകളി വേഷത്തിൽ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ, കലാമണ്ഡലം ശശീന്ദ്രൻ, കഥകളിപ്പാട്ടിൽ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, ചെണ്ടയിൽ കലാമണ്ഡലം ബാലസുന്ദരൻ, കുമ്പിൽ മംഗലം മണി അരവിന്ദാക്ഷൻ എന്നിവരാണ് 10ാമത് ശ്രീചക്ര ഗൗരീശ പുരസ്കാരം ജേതാക്കൾ. KB രവികുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി സഹരക്ഷാധികാരി P. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തോട്ടത്തിൽ ഗോപാലൻകുട്ടി, വെള്ളിനേഴി അച്യുതൻകുട്ടി, പ്രേമഗോപി എന്നിവർ സംസാരിച്ചു. പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ അപകടാവസ്ഥയിലുള്ള മെഡിക്കൽ വാർഡ് കെട്ടിടം പൊളിച്ചു നീക്കാൻ അനുമതിയായി. സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് അനുമതി നൽകിയത്. കാലപ്പഴക്കം കാരണം തകർന്നു വീഴാറായ നിലയിലാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ വാർഡ് കെട്ടിടം. അപകടാവസ്ഥ ഉള്ളതിനാൽ ഈ കെട്ടിടം ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നില്ല. കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർ അനുമതി നൽകി. പൊളിച്ചു നീക്കുന്നതിന് 2.87 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് ജില്ലാ പഞ്ചായത്ത് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്നാണ് കെട്ടിടം പൊളിച്ചു നീക്കാൻ അനുമതി ലഭിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. പാലക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ബുധനാഴ്ച ജില്ലാ കളക്ടർക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചു. പ്രചരണ രംഗത്ത് UDF മുന്നിലെന്നും UDFന് അനുകൂലമാണ് ജനമനസ്സെന്നും VK ശ്രീകണ്ഠൻ. മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറും പൊന്നാനി മണ്ഡലം UDF സ്ഥാനാർത്ഥി MP അബ്ദുസമദ് സമദാനിയും പത്രിക സമർപ്പിച്ചു. നേതാക്കളോടൊപ്പം പ്രകടനമായി എത്തിയാണ് ഇരുവരും ജില്ലാ കളക്ടർക്ക് മുമ്പാകെ പത്രിക നൽകിയത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് നഗരസഭ 10 ലക്ഷം രൂപ കെട്ടിട നികുതി ചുമത്തിയ സംഭവം നികുതി അടക്കില്ലെന്ന് ബ്ലോക്ക് ഭരണസമിതി. സർക്കാർ കെട്ടിടങ്ങൾക്ക് നികുതി ചുമത്തുന്നത് കേട്ടുകേൾവിയില്ലാത്തതെന്നും അടയ്ക്കാൻ പണമില്ലെന്നും ഭരണസമിതി. മണ്ണാർക്കാട് പുഴ പുറമ്പോക്ക് ഉൾപ്പെടെ നികത്തി മണ്ണ് മാഫിയ. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്ന പുഴ പുറമ്പോക്കാണ് 20 അടി ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയത്. നഗരത്തോട് ചേർന്ന പ്രദേശമായിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയം തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ മൂല്യനിർണ്ണയത്തിന്റെ വേതനം ലഭിച്ചില്ലെന്നാരോപിച്ച് പട്ടാമ്പിയിൽ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പ്രതിഷേധം. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ അതിഥി തൊഴിലാളി ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച സംഭവം മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച BJP കൗൺസിലർ C. സജിത്ത്. അപകടത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.